ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ സ്കൂളിലത്തെ നാളെ ബൈബിൾ വീക്കാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഞാൻ പ്രോജക്റ്റ്സ് ഒക്കെ ചെയ്യണതാട്ടോ. കുറേ കോഴ്സ് എഴുതണതും പിന്നെ കുറേ പ്രോജക്റ്റ് ഒക്കെ ചെയ്യണതാണ്. ഞാൻ അതിന് മുമ്പ് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ചെയ്യണതാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഗൈസ്, ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു സിസർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2-3 മാർക്കർ എടുത്തിട്ടുണ്ട്. ഇത് ബ്ലൂ മാർക്കറും ഇത് ബ്ലാക്ക് മാർക്കറും ആണ്. പിന്നെ ഞാൻ വല്ല കോഡ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഒരു പെന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് കളർ പെന്നും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് A4 ഷീറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഗ്രീൻ പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ ചെറിയൊരു ലീഫൊക്കെ ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണത്. പിന്നെ ഞാൻ ഫ്ലവറിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് അതിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു പർപ്പിൾ കളർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിന് മുമ്പ് ഉണ്ടാക്കിയത് കുറച്ചെന്ന് പറയുന്നത് ഈ ഒരു ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ കുറച്ച് കോഡ്സ് ഒക്കെ എഴുതി ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വേറെ കുറേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും കുറേ ഉണ്ടായിരുന്നതാണ്. ഞാൻ അതൊക്കെ സ്കൂളിൽ കൊടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ചെയ്യാൻ തുടങ്ങാം. ഞാൻ ഇതാണ് കേട്ടോ ഫസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പം നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ ഇതിനാണ് പറഞ്ഞത്, ഫസ്റ്റ് ഞാൻ വൈറ്റ് എടുത്തിരിക്കുന്നത് ഈ ഒരു ബോർഡർ പോലത്തെ സംഭവം കൊടുക്കാനാണ് കേട്ടോ. പിന്നെ ഞാൻ ഫ്ലവറിന് കറക്റ്റ് എല്ലാ കളറും ഞാൻ അതേപോലെ തന്നെ ആട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് അത് ഞാൻ നോക്കണം ഇനി എടുക്കാൻ. നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. ഞാൻ ചെയ്യാൻ പോവാട്ടോ. ഞാൻ മൊത്തം ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അത് ഇത്രയാണ് ഞാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഇതിന് കറക്റ്റ് സൈസൊന്നും അല്ല. ഞാൻ ഇത് ചെയ്യാൻ സമയത്ത് ഫുൾ ഞാൻ കറക്റ്റായി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഒരു പിങ്ക് കളർ ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്ര ഞാൻ ചെറിയൊരു പീസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കണത്. ഇത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഇങ്ങനെ വലിയ സ്റ്റിക്കൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാമെന്ന് വിചാരിക്കണത്. സെറ്റ് ചെയ്ത് എല്ലാം ഞാൻ ഒട്ടിച്ചു കേട്ടോ. ഇതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ സൈഡിൽ എവിടെയൊക്കെ ഫ്ലവേഴ്സ് ഒക്കെ ഒട്ടിക്കണം. അപ്പൊ നമുക്കിനി അത് ഉണ്ടാക്കാം. ഞാൻ മൊത്തം വരച്ചിട്ടുണ്ട്. 2 ഫ്ലവർ ഈ 2 വശത്ത് ഞാൻ വെക്കും. എന്നിട്ട് അതിന്റെ ലീഫ് പോലെ ഞാൻ വെക്കാനാണ് കേട്ടോ അത് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഫ്ലവേഴ്സൊക്കെ ഫുള്ളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ 2 ഫ്ലവേഴ്സ് ഞാൻ ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയാണ് കേട്ടോ ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കേണ്ടത്. ഇവിടെയാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ ഈ ലീഫ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ഇവിടെ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കണത്. ഇങ്ങനെ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാമെന്നാണ് വിചാരിക്കണത് കേട്ടോ. ഇങ്ങനെ എവിടെയെങ്കിലും ഒട്ടിച്ച് വയ്ക്കാം. പിന്നെ ഞാൻ അതിൽ നടുവിലായിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. തെർമോക്കോൾ ബോൾസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിവിടെ ഇങ്ങനെ ഗ്ലൂ കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ കുറച്ച് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. ആദ്യം നമുക്കിവിടെ കോഡ്സ് എഴുതണം. അപ്പോൾ നമുക്കിനി ഇത് ഒട്ടിക്കാം കേട്ടോ. പിന്നെ അതിൽ ഗ്ലൂ ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലവർ ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി എനിക്ക് തെർമോക്കോൾ ബോളും കൂടെ ഒന്ന് ഒട്ടിക്കണം കേട്ടോ. ഇനി ഇതേപോലെ തന്നെ ഈ സൈഡിലും ഇതേ ഫ്ലവർ ഇങ്ങനെ ഒട്ടിക്കാനുള്ളതാണ്. ഞാൻ മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. 2 ഫ്ലവർ ഞാൻ ഒട്ടിച്ചു. ഇനി നമുക്കൊരു കോഡ്സ് എഴുതണം കേട്ടോ. ഞാൻ ഇതാണ് എഴുതാൻ പോണത്. അപ്പോൾ നമുക്ക് എഴുതാം കേട്ടോ.
ചോക്കോ ബോൾസ് ആണ് നമുക്ക് വലിയ ഒട്ടിക്കാം. ഞാൻ മൊത്തം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ എല്ലാം ചെയ്തു. അടിയിൽ കുറച്ച് അനുഭവങ്ങളും ബോളൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 വശത്ത് ഇങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചു. പിന്നെ കോഡ്സ് എഴുതി. അപ്പം ഇതാട്ടോ എൻ്റെ പ്രോജക്റ്റ്. അപ്പം ഇത്രയും എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് അടിപൊളി വീഡിയോ ആയിരിക്കും.